നമസ്കാരം. കുടുംബക്കാവുകളിലും കുടുംബക്ഷേത്രങ്ങളിലുമൊക്കെ നടത്താവുന്ന ലളിതമായ, ലഘുവായ, എന്നാൽ ഏറ്റവും ശക്തമായ, ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന ഒരു യജ്ഞം എന്താണെന്ന് ചോദിച്ചാൽ ഏകദിന ദേവീ മാഹാത്മ്യ യജ്ഞമാണ്. വിപുലമായ മഹായജ്ഞങ്ങൾ നടത്തുമ്പോൾ വലിയ സാമ്പത്തിക ചെലവുകളും ഒരുപാട് തയ്യാറെടുപ്പുകളും ചിട്ടവട്ടങ്ങളുമൊക്കെ അതിന് ആവശ്യമായി വരാറുണ്ട്. ഒരു ദിവസം കൊണ്ട് നടത്താവുന്ന വളരെ ലളിതമായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള, എന്നാൽ ഏറ്റവും ഫലം നൽകുന്ന ശക്തമായ യജ്ഞം ഏതാണെന്ന് ചോദിച്ചാൽ ദേവീ മാഹാത്മ്യ യജ്ഞം ഒരു ദിവസം കൊണ്ട് നടത്താവുന്നതാണ്. ദേവീ മാഹാത്മ്യത്തിലെ അതിൻ്റെ പ്രാഥമിക അംഗങ്ങളായ ദേവീ കവചം, അർഗളാസ്തോത്രം, കീലക സ്തോത്രം ഇവയെല്ലാം വിധിപ്രകാരം പാരായണം ചെയ്ത് തുടങ്ങുക. ആരംഭത്തിൽ ക്ഷേത്ര സംബന്ധമായിട്ട് ഗണപതി ഹോമമോ അതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ അത് നടപ്പിലാക്കുക. അതോടൊപ്പം അർഗളം, കീലകം, കവചം ഈ സ്തോത്രങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദേവീ മാഹാത്മ്യത്തിലെ പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം ഈ 13 അധ്യായങ്ങളിലും കൂടെ കടന്നു പോകുന്ന ദേവീ മാഹാത്മ്യ പാരായണം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം ലളിതവും ഫലപ്രദവുമായി വളരെ വേഗം പ്രഭാഷണങ്ങൾ ചെയ്യാവുന്നതാണ്. ആശയ വിവരണം ചെയ്തു പോകാവുന്നതാണ്. ഈ ദേവീ മാഹാത്മ്യ പാരായണത്തോടൊപ്പം അതിലെ പ്രധാനപ്പെട്ട മന്ത്രഭാഗങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ പൂജാക്രിയകളും ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പതിവുണ്ട്. ഇങ്ങനെ സന്ധ്യയ്ക്ക് മുമ്പായി ദേവീ മാഹാത്മ്യ പാരായണം സമ്പൂർണമാക്കി തീർത്ത് അതിൻ്റെ പൂജാവിധാനം സമർപ്പണവും ചെയ്ത് അത് യജ്ഞസമർപ്പണം നിർവഹിച്ച് മുഖിയാക്കുന്നത് വളരെ വിശേഷപ്പെട്ട, എന്നാൽ ലളിതമായ, അത്ഭുത ഫലം നൽകുന്ന ഒരു പ്രത്യേക യജ്ഞമാണ്. നമസ്കാരം.